വത്തിക്കാൻ എന്ന കൊച്ചു രാജ്യത്ത് വെള്ളവസ്ത്രം ധരിക്കുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് മറ്റാരുമല്ല, വത്തിക്കാൻ രാജ്യത്തിൻ്റെ അധിപനായ മാർപ്പാപ്പ. മാർപ്പാപ്പമാർ വെള്ളവസ്ത്രം ധരിക്കുന്നതിൻ്റെ ചരിത്രം എന്താണെന്ന് നോക്കാം. മാർപ്പാപ്പയുടെ വെള്ള നിറമുള്ള വസ്ത്രം വിശുദ്ധ പയസ് അഞ്ചാമൻ്റേതാണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും ചില മാർപ്പാപ്പമാർ അദ്ദേഹത്തിൻ്റെ സ്ഥാരോഹണത്തിന് മുൻപ് വെള്ളവസ്ത്രം ധരിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. സമീപകാല ചരിത്രത്തിൽ മാർപ്പാപ്പമാർ വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതായാണ് ലോകം കണ്ടിരിക്കുന്നത്. ഇതൊരു പാരമ്പര്യമാണെങ്കിലും പാപ്പാമാർ എപ്പോഴും വെള്ളവസ്ത്രം ധരിച്ചിരുന്നില്ല. വാസ്തവത്തിൽ നിരവധി നൂറ്റാണ്ടുകളായി മാർപ്പാപ്പയുടെ വസ്ത്രത്തിന്റെ നിറം ചുവപ്പായിരുന്നുവെന്ന് എൽ ഒസർവറ്റോർ റൊമാനയുടെ ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. സ്രോതസ്സുകളിൽ പരാമർശിച്ചിരിക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പയുടെ വസ്ത്രത്തെക്കുറിച്ചുള്ള ലേഖനം ചുവന്ന ആവരണം ആണെന്നതിൽ അതിശയിക്കാനില്ല. യേശുവിനെ ചാട്ടവറടിക്ക് ശേഷം ധരിപ്പിച്ച മേലങ്കിയുടെ ഓർമ്മപ്പെടുത്തലായി നൂറ്റാണ്ടുകൾ മാർപ്പാപ്പമാർ ചുവപ്പും രാജകീയ പർപ്പിളും ധരിച്ചിരുന്നു. യേശുവിൻ്റെ പീഡാസഹനങ്ങളും ക്രൂശിലെ അവിടുത്തെ ആത്യന്തിക ത്യാഗത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. 13-ാം നൂറ്റാണ്ട് വരെ മാർപ്പാപ്പമാർ വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് പ്രചാരത്തിലുണ്ടായിരുന്നില്ല. ഗ്രിഗറി 10-ാമൻ മാർപ്പാപ്പയാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന പാപ്പ വെളുത്ത വസ്ത്രം ധരിക്കുന്ന ഒരു ആചാരം സ്ഥാപിച്ചത്. 16-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി പയസ് അഞ്ചാമൻ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴേക്കും വെള്ളവസ്ത്രം ധരിക്കുന്ന മാർപ്പാപ്പമാർക്ക് പിന്നിൽ 3 നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ടായിരുന്നു. പയസ് അഞ്ചാമൻ മാർപ്പാപ്പ ഒരു ഡൊമിനിക്കനായിരുന്നു എന്നതും അദ്ദേഹത്തിൻ്റെ സന്യാസ സമൂഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ നിറം വെള്ളയായിരുന്നു എന്നതും ഒരു യാദൃശ്ചികതയായി. മാർപ്പാപ്പ എന്ന നിലയിൽ അദ്ദേഹം വെളുത്ത വസ്ത്രം തന്നെയാണ് ധരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വെളുത്ത വസ്ത്രവും പാപ്പായുടെ ഓഫീസും തമ്മിലുള്ള ബന്ധം ഉറപ്പിച്ചു. വെള്ള നിറം നിഷ്കളങ്കതയും ദാനധർമ്മത്തെയും സൂചിപ്പിക്കുന്നു. ബാഹ്യ ചുവപ്പ് അനുകമ്പയെ പ്രതീകപ്പെടുത്തുന്നു. വാസ്തവത്തിൽ മാർപ്പാപ്പ പ്രതിനിധീകരിക്കുന്നത് നമുക്ക് വേണ്ടി തൻ്റെ വസ്ത്രത്തിൽ ചുവപ്പ് നിറം പൂശിയവൻ്റെ വ്യക്തിത്വമാണ്. സമീപകാല മാർപ്പാപ്പമാർ ഈ പാരമ്പര്യം നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിലെ ഏതൊരു മാർപ്പാപ്പയും ഈ പാരമ്പര്യം തന്നെ പിന്തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.